ഹായ് ഫ്രണ്ട്സ്, കെഷിൽജോയ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു ഇൻവെർട്ടറാണ്. ഇങ്ങനത്തെ 9 വോൾട്ട് ബാറ്ററി വെച്ചാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് വർക്ക് എക്സ്പീരിയൻസിന് കാണിച്ച് കയ്യടിയൊക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു ചെറിയൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾക്ക് ഈ മിനി ഇൻവെർട്ടർ ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യമുള്ളത് ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോമറാണ്. ഇത് 12 വോൾട്ടിൻ്റെ 2 ആംപിയർ ട്രാൻസ്ഫോമറാണ്. ഇത് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറാണ്. ഇത് 12 എന്നാണ് അറിയപ്പെടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു 9 വോൾട്ട് ബാറ്ററിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 13500 എന്ന് പറഞ്ഞ 2 ട്രാൻസിസ്റ്റർ വേണം. പിന്നെ 2 ഇതേപോലത്തെ 4.7K ഓംസിൻ്റെ ക്വാർട്ടർ വാട്ട് റെസിസ്റ്റർ. പിന്നെ ഇത് 9 വോൾട്ട് ബാറ്ററി കണക്ടറാണ്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോകാം. ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം ചെമ്പമ്പി 3ാമത്തെ ലെഗിലേക്ക് ഇങ്ങനെ സോൾഡർ ചെയ്ത് വെക്കാം, ഒരു ട്രാൻസിസ്റ്റർ എടുത്തിട്ട്. അതിനുശേഷം വേറൊരു ട്രാൻസിസ്റ്റർ എടുത്തിട്ട് ആ ട്രാൻസിസ്റ്ററിൻ്റെ 3ാമത്തെ ലെഗിലേക്കും ഇതേപോലെ സിമ്പിളായിട്ട് ഇങ്ങനെ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതൊന്നിങ്ങനെ വളച്ച് വെക്കണം. വളച്ച് അതിൻ്റെ ഒരു നേരെയാക്കി വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കമ്പോണൻസുകൾ സോൾഡർ ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ വളച്ച് വെക്കണത്. അതിനുശേഷം നമ്മളുടെ ആ റെസിസ്റ്റർ എടുത്തിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ നടുവിലെ ലെഗിൽ നിന്നും ട്രാൻസിസ്റ്ററിൻ്റെ ആദ്യത്തെ ലെഗിലേക്ക് ഇതേപോലെ ഒന്ന് സോൾഡർ ചെയ്ത് വെക്കുക. ഇത് സാധാരണ ഒരു ഇലക്ട്രോണിക് ചോക്കിലേക്ക് ഉണ്ടാകുന്ന ട്രാൻസിസ്റ്ററാണ്. ഇതെല്ലാ കടയിലും കിട്ടും. അതിനുശേഷം നമ്മളുടെ ട്രാൻസിസ്റ്ററിൻ്റെ 1ാമത്തെ ലെഗിൽ നിന്നും ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ 1ാമത്തെ ലെഗിൽ നിന്നും അവിടെ സോൾഡർ ചെയ്ത് വെച്ചതിന് ശേഷം മറ്റേ ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ട്രാൻസിസ്റ്ററിൻ്റെ 3 ലെഗിലേക്കും ഈ വീഡിയോ കാണുന്ന പോലെ സോൾഡർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളുടെ ഈ മിനി ഇൻവെർട്ടർ ഉണ്ടാക്കാനുള്ള ഇതിൻ്റെ കമ്പോണൻസിൻ്റെയൊക്കെ ഏകദേശം ഒരു പണിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ അങ്ങോട്ട് സോൾഡർ ചെയ്ത് വെച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്. അപ്പോൾ അടുത്ത ഇതിൽ നോക്കാം. അടുത്തതിലായിട്ട് വേണ്ടത് ഇതുപോലത്തെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ആണത് ആ റെഡ് കളറിൽ കാണുന്ന സെക്കൻഡറി ഔട്ട്പുട്ടാണ്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 ലെഗ് ഉണ്ട്. 12 നടുക്കത്തേൽ വോൾട്ടേജ് ഉണ്ടാവില്ല, 2 അറ്റത്തേലും വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ 12 വോൾട്ടിൻ്റെ 500 മില്ലി ആംപിയർ ട്രാൻസ്ഫോമർ ആണെങ്കിലും നമുക്ക് ഇതേപോലത്തെ ഇൻവെർട്ടർ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനപ്പോൾ കുറച്ചുകൂടി പവറുള്ളതാണ് എടുത്തേക്കണത്. അപ്പോൾ നമുക്കിനി ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ കൊടുത്തു തുടങ്ങാം. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ നടുവിലെ കണക്ഷനൊന്ന് മാറ്റി വെക്കാം. അത് നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തതാണ്. ഏതെങ്കിലും ഒരറ്റത്തെ കണക്ഷൻ എടുത്തിട്ട് നമ്മളുടെ നേരത്തെ റെഡിയാക്കി വെച്ചേക്കണ ട്രാൻസിസ്റ്ററിൻ്റെ നടുവിലെ ലെഗിലേക്ക് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സോൾഡർ ചെയ്യാനുള്ളത് ട്രാൻസ്ഫോമറിൻ്റെ അപ്പുറത്തെ, അതായത് 0 ഏറ്റവും അറ്റത്തുള്ളത്, 0 വേണ്ട, അറ്റത്തുള്ള ലെഗ്, ആ ലെഗ് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റുള്ള ട്രാൻസിസ്റ്ററിൻ്റെ നടുവിലെ ലെഗിലേക്കും ഈ വീഡിയോ കാണുന്ന പോലെ ആണ് സോൾഡർ ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ ബാറ്ററി കണക്ടർ എടുത്തിട്ട് ഈ ബാറ്ററി കണക്ടറും നമുക്കിങ്ങനെ സോൾഡർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലൈൻ എടുത്തിട്ട്, പോസിറ്റീവ് ലൈൻ എടുത്തിട്ട് ട്രാൻസ്ഫോമറിൻ്റെ നടുവിലെ ലെഗിലേക്ക് ഇതുപോലെ പിരിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. പിന്നെ ബാറ്ററിയുടെ കണക്ടറിൻ്റെ കറുത്ത ലൈൻ, നെഗറ്റീവ് ലൈൻ എടുത്തിട്ട് നമ്മൾ നേരത്തെ സോൾഡർ ചെയ്ത് വെച്ച ട്രാൻസിസ്റ്ററിൻ്റെ 3ാമത്തെ ലെഗിലേക്ക് സോൾഡർ ചെയ്ത് വെക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നേരത്ത് എവിടെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ഷോർട്ടായിട്ട് കമ്പോണൻസ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്ക് 9 വോൾട്ട് ബാറ്ററി എടുത്തിട്ട് അതിങ്ങനെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇപ്പോൾ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ലൈനിൽ നമ്മൾ നേരിട്ട് 2 വയറും കൂടി സ്പർശിക്കരുത്. സ്പർശിച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഏകദേശം ഒരു
75 വോൾട്ടേജ് അടുത്തോളം 175 വോൾട്ടേജ് അടുത്താൻ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പോകാം. ഇനി നമുക്കിതൊരു കേസിലാക്കണം. അതിനുവേണ്ടി നമ്മൾ കണക്ട് ചെയ്ത ഇത് ആ ലൈനൊന്ന് വിടിയിച്ചിട്ട് അവിടെ ഒരു സ്വിച്ച് ഫിറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതിങ്ങനെ ഓണാക്കി കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനൊരു സ്വിച്ച് വെക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ്. നിങ്ങൾക്ക് സാധാരണ മെറ്റൽ ബോക്സോ എന്തെങ്കിലും ഒരു ബോക്സ് ആയാലും മതി. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമർ വെക്കാനായിട്ട് അതിനുള്ള തുളകളും ഞാനവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ നെറ്റ് ബോൾട്ട് എടുത്തിട്ട് ഈ ട്രാൻസ്ഫോമർ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു സ്വിച്ചാണ്. അത് എങ്ങനത്തെ സ്വിച്ച് ആയാലും മതി, സാധാരണ ഓൺ ഓഫ് സ്വിച്ച്. അത് നമ്മുടെ ആ പ്ലാസ്റ്റിക് ബോക്സിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്വിച്ച് അവിടെ ഫിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ സ്വിച്ചാണ് ഉപയോഗിക്കണമെങ്കിൽ ചെറിയ കട്ടിങ് മതിയാവും. വലിയ സ്വിച്ചാണെങ്കിൽ വലിയ കട്ടിങ് ഇടേണ്ടി വരും. അപ്പോൾ നിങ്ങളും ഒരു ചെറിയ സ്വിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കണതായിരിക്കും നല്ലത്. അത് ഇങ്ങനത്തെ സ്വിച്ച് അല്ലാണ്ട് ഇതിങ്ങനെ സ്ലൈഡ് ഇങ്ങനെ സ്വിച്ച് ഉണ്ട്. അങ്ങനത്തെ സ്വിച്ച് ആണെങ്കിലും വെറുതെ തുളയിട്ടിട്ട് നെറ്റ് ബോൾട്ട് ഇട്ട് കൊടുക്കണ പോലത്തെയാണ്. അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനായിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ലൈൻ, അതായത് ചുവന്ന വയറെടുത്തിട്ട് സ്വിച്ചിൻ്റെ ഒരു ലെഗിലേക്ക് സോൾഡർ ചെയ്യുക. ട്രാൻസ്ഫോമറിൻ്റെ നടുവിലെ വയറെടുത്തിട്ട് സ്വിച്ചിൻ്റെ മറുപുറത്തും സോൾഡർ ചെയ്യുക. അതിനുശേഷം ഒരു ചെറിയ ഹോളിൽ കൂടെ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ലൈൻ പുറത്തേക്ക് ഇടുക. എന്നിട്ട് പിന്നെ ഗ്ലൂ ഗണ്ണ് ഉണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് ചൊട്ടിക്കുക. ഞാനിവിടെ അത് ഗ്ലൂ ഗണ്ണ് തീർന്നേക്കണം. ഗ്ലൂ ഗണ്ണിൻ്റെ ഗമ്മ് തീർന്നേക്കണം. ഞാനിപ്പോൾ ഒരു ഇൻസുലേഷൻ ടൈപ്പ് വെച്ചാണ് ഒട്ടിക്കണത്. അപ്പോൾ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ബാറ്ററി ആദ്യം തന്നെ 9 വോൾട്ട് ബാറ്ററി അതിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം ഇതേപോലത്തെ ഒരു കണക്ടർ എടുക്കാം. കണക്ടർ എടുത്തിട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഈ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് ലൈനിലേക്ക് ശരിക്കും ഈ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാൻ നേരത്ത് ശരിക്കും ഇതാണ് ഇതിൻ്റെ AC ഇൻപുട്ട് ലൈനാണ്. നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്യണത് ഇതിൻ്റെ ശരിക്കും ഔട്ട്പുട്ട് ലൈനായിട്ടാണ് എടുക്കുന്നത്. ശരിക്കും ഇതിനകത്ത് ഈ 230-250 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ 12 വോൾട്ട് ഔട്ട്പുട്ടാണ് ശരിക്കും ലഭിക്കുന്നത്, AC ഔട്ട്പുട്ട്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ബൾബ് എടുക്കാം. അത് ഞാനിപ്പോൾ എടുത്തേക്കണ ഒരു ബ്ലൂ കളറിലെ ബൾബാണ്. നിങ്ങൾക്ക് വൈറ്റ് കളറാണെങ്കിൽ കൂടുതൽ വൈറ്റ് കളറിലെ പ്രകാശം കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്ന കാരണമാണ് ഞാൻ എടുത്തത്. പക്ഷേ നമുക്ക് ഇതുപോലെ കണക്ടറിലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ എന്തിനാണ് ഇങ്ങനെ കണക്ടർ എടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബൾബ് അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാനാണെങ്കിൽ ഇത് വേറെ സിമ്പിളായിട്ട് നമുക്ക് ഊരെടുത്ത് കണക്ട് ചെയ്യാം. ഇല്ലെങ്കിലും അതുപോലെ വയറവിടെ നേരെ പിരിച്ച് വെച്ച് കൊടുത്താലും മതി. അതിന് നമുക്ക് ഇതുപോലെ ഹോൾഡർ എടുത്തിട്ട് ഹോൾഡറിലേക്ക് ബൾബ് കണക്ട് ചെയ്യുക. ബൾബ് കണക്ട് ചെയ്തിട്ട് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓണാക്കി നോക്കാം. അപ്പോൾ അതേ ബൾബ് നല്ല രീതിയിൽ തന്നെ പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ 9 വോൾട്ട് ബാറ്ററിയിൽ നിന്നാണ് ഇപ്പോൾ ഔട്ട്പുട്ടായിട്ട് ബൾബ് കത്തിയിരിക്കുന്നത്. ഇനി ഈ ബൾബ് തന്നെയാണെന്നറിയാം. അതായത് ഈ സാധാരണ കറണ്ടിൽ വർക്ക് ചെയ്യണ തന്നെ ബൾബാണെന്ന് അറിയാൻ വേണ്ടി ഞാനിതൊന്ന് കത്തിച്ച് കാണിക്കുകയാണ്. ഇത് സാധാരണ ഒരു ബൾബ് തന്നെയാണ്. AC 220 വോൾട്ടിലും 230 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യണ സാധാരണ ഒരു ബൾബ് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. മീറ്ററിൽ ഇപ്പോൾ ഏകദേശം 250 റേഞ്ചിലാണ് മീറ്റർ ഇട്ടേക്കണത്. അതൊരു 220-230 വോൾട്ട് വരെ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബൾബ് കണക്ട് ചെയ്തിട്ട് ലോഡിൽ എത്ര വോൾട്ടേജ്, അതായത് ബൾബ് ലോഡായി കഴിയുമ്പോൾ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അതിനായി ഇതുപോലെ മൾട്ടിമീറ്റർ എടുത്തിട്ട് നമുക്കൊന്ന് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബൾബ് ലോഡ് ചെയ്ത് നിൽക്കാൻ നേരത്തും ഒരു 100 വോൾട്ടിന് മേളിൽ നമുക്ക് വോൾട്ടേജ് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററിയുടെ ഒരു 12 വോൾട്ടേജ് ആണെങ്കിൽ കുറച്ചും കൂടി വോൾട്ടേജ് കൂടുതൽ കിട്ടും. ഇതിപ്പോൾ 9 വോൾട്ടാണല്ലോ. 9 വോൾട്ട് കാരണമാണ്
ഇപ്പോൾ ഇത്രയും ഔട്ട്പുട്ട് ഇട്ടേക്കണത് 12 വോൾട്ട് ബാറ്ററിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോ. പിന്നെ ഇത് എടുത്തേക്കണത് ഒരു അഡാപ്റ്ററാണ്, LED ബൾബ് കത്തിക്കാനുള്ളത്, LED സ്ട്രിപ്പ് കത്തിക്കാനുള്ള അഡാപ്റ്ററാണ്. അതുപോലെ ഇപ്പോൾ LED സ്ട്രിപ്പും നന്നായിട്ട് കത്തുന്നുണ്ട്. ഇത് 12 വോൾട്ടിൽ കത്തണ ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാൻ മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇൻവെർട്ടർ ഉണ്ടാക്കിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാനും പറ്റും. അല്ലാണ്ട് തന്നെ ആ പഴയ വീഡിയോസ് നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.